റിസോഴ്സ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ക്രൈംബ്രാഞ്ചാണ് നോട്ടീസ് ഇറക്കിയത്. MS സൊല്യൂഷനിലെ മറ്റ് അധ്യാപകരോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷുഹൈബിൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ ചേർന്നു. അനഘ, നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ പറഞ്ഞിട്ട് ഹാജരായിരുന്നില്ല. ഇപ്പോൾ ഒളിവിലാണെന്ന് മനസ്സിലാക്കുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുന്നു. എന്താണ് പോലീസ് നൽകുന്ന വിശദമായ വിവരങ്ങൾ? ഏറെ നിർണായകമായ ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഒളിവിലുള്ള ഷുഹൈബിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഷുഹൈബ് വിദേശത്ത് കടക്കാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ എത്രയും വേഗം തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ ഷുഹൈബ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്വേഷണ സംഘത്തിന് ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഷുഹൈബിന്റെ MS സൊല്യൂഷൻസിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുണ്ട്. ഈ അധ്യാപകരുടെ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് എല്ലാ അധ്യാപകരോടുമല്ല. ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്ന വിഷയം പഠിപ്പിച്ച അധ്യാപകരോടാണ് ഇത്തരത്തിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ചോദ്യപേപ്പർ ചോർന്നു എന്ന അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ചോദ്യപേപ്പർ ഷുഹൈബിന് ചോർത്തി നൽകിയത് എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്ന കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷുഹൈബിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മറ്റൊന്ന്, ഈ ഷുഹൈബിന്റെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. ഷുഹൈബിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണത്തിൽ ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘത്തിന് ഒരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ആദ്യമേ ഈ സംശയം ഷുഹൈബിലേക്ക് നീളുന്ന ആ അവസരത്തിലൊക്കെ തന്നെ ഷുഹൈബ് ഇവിടെ കൊടുവള്ളിയിൽ ഉണ്ടായിരുന്നു. ആ സമയം മുതൽ തന്നെ കൃത്യമായി വീഡിയോ ചെയ്തിരുന്നു. താൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടില്ല, തനിക്കിതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊതുമധ്യത്തിൽ വന്ന് ഷുഹൈബ് പറയുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഈ അഭിമുഖങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ടായിരുന്നു. ആ അവസരത്തിലൊന്നും തന്നെ അന്വേഷണ സംഘം ഇത്തരത്തിൽ ഷുഹൈബിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും നീങ്ങിയിരുന്നില്ല. ഒരുപക്ഷെ ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘം ഈ നീക്കം മനസ്സിലാക്കണമായിരുന്നു. കാരണം ഷുഹൈബ് ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യത ഏറെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഏറെ വൈകി ഷുഹൈബിന് ഒളിവിൽ പോകാനും കൃത്യമായി തന്നെ അവിടെ ഇരുന്നു കൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് അപേക്ഷിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് അന്വേഷണ സംഘം അല്ലെങ്കിൽ നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് എന്നൊരു ഗുരുതര ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്ന്, കൊടുവള്ളിയിലെ CPM-ലെ തന്നെ ഉന്നതരുമായി ഷുഹൈബിന് വലിയ ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. ആ അടുപ്പമാണ് ഷുഹൈബിനെ ഒളിവിൽ പോകാൻ സഹായിച്ചിരിക്കുന്നത് എന്ന് ചിലർ വലിയ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്താനും തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം.